ശരിക്കും സ്പിരിച്വാലിറ്റി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ശരിക്കും റിലീജിയസ് സ്പിരിച്വാലിറ്റിയുമായിട്ട് ഇതിനെന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? ഞാൻ റിലീജിയസ് അല്ല, ഒട്ടും റിലീജിയസ് അല്ല. ബേസിക്കലി ബിക്കോസ് ഞാൻ വരുന്ന ബാക്ക്ഗ്രൗണ്ട് കാരണം. എൻ്റെ അച്ഛൻ നായരാണ്, അമ്മ റോമൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ ആണ്, എൻ്റെ സിസ്റ്റർ മുസ്ലിമാണ്, അപ്പോൾ എൻ്റെ ആൻറ്റി സിഖ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ റിലീജിയസ് ബയസസ് ഒട്ടും ഇല്ലാത്തൊരു ഫാമിലിയാണ്, ലൈക്ക് നാഷണൽ ഇൻറ്റിഗ്രേഷൻ പോലത്തെ ഫാമിലിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ ആക്ച്വലി സംഘർഷങ്ങൾ കൂടും. നമുക്കൊരു സോളിഡ് ഇതാണ് റിലിജൻ എന്ന് പറയുന്ന ഒരു സ്പേസ് ഇല്ല. നമ്മൾ ആ സെർച്ചിലേക്ക് പോകണം. ആ സെർച്ചിൽ പോകുമ്പോൾ നമ്മൾ ആക്ച്വലി എല്ലാ റിലിജൻസിനും ഉപരിയുള്ള ഒരു ആ യൂണിഫൈഡ് എന്തോ ഒരു സൂപ്പർ പവർ ഉണ്ടെന്നാണല്ലോ എല്ലാവരും വിശ്വസിക്കുന്നത്. അവരതിന് പല പേരുകളും പല രീതികളും പറയുന്നു. പക്ഷെ ഫൈനലി എല്ലാവരും പറയുന്നു എല്ലാം ഒന്നാണ്. ആ എല്ലാം ഒന്ന്, വാട്ട് ഇസ് ദാറ്റ് ഒന്ന് എന്നുള്ളതിലേക്കുള്ള അന്വേഷണമാണ് സ്പിരിച്വാലിറ്റി. ഇപ്പൊ ദൈവവിശ്വാസിയാണോ? അതാ ഞാൻ പറയണേ, ദൈവവിശ്വാസം വേണ്ട. വിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, അറിയാത്തൊരു കാര്യത്തിനാണ് വിശ്വസിക്കേണ്ടത്. ആ അറിവ് നേടുക എന്നുള്ള ജേർണി ആയിരുന്നു ഈ ഇത്രയും നാള്. സോ ഐ നോ ഗോഡ്. അപ്പൊ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലെനയെ അറിയാം, നിങ്ങൾക്ക് ലെന ഉണ്ടെന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ശരിക്കും ഒരു അജ്ഞേയവാദി, ഇപ്പൊ അഗ്നോസ്റ്റിക് അവസ്ഥയിലാണോ? അതേ ശരിക്കും എന്ത് പറയാ, എങ്ങനെ ഡിഫൈൻ ചെയ്യും കറക്റ്റ് ആയിട്ട്? ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അതാണ് ഇതിന്റെ സുഖം. ബിക്കോസ് ഇത് ഡെഫിനിഷൻസിന് പുറത്താണ്. ഈ ഡെഫിനിഷൻ എന്ന് പറഞ്ഞ ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് ആ പെട്ടിക്കകത്തിരിക്കണം. റിലിജിയസ്, അഗ്നോസ്റ്റിക്, ഏത്തിയിസ്റ്റ്, ഇത് അത് ഒരു പെട്ടിയിലും പെടാത്ത ഒരാളാണ് ഫ്രീ. ഐ എം ഫ്രീ. ഐ ഡോണ്ട് ഹാവ് എ പെട്ടി ടു സിറ്റ് ഇൻ സൈഡ്. അതിന്റെ ആ പെട്ടികൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള പോക്കാണ് സ്പിരിച്വാലിറ്റി. ഇപ്പൊ നമ്മൾക്ക് ഒരു പ്രോഗ്രസീവ്നെസ് ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മൾ ഡെമോക്രാറ്റിക് ആയിട്ട് ഒരു സൊസൈറ്റി നിർമ്മിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. എന്നിട്ട് നമ്മൾ തന്നെ സ്വയം വിമലീകരിച്ച് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനെ കൂടുതൽ ആൾക്കാരുടെ ദുഃഖം അകറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്ന് കരുതിയിട്ട് നമ്മൾ ഇതിനെ പ്രോഗ്രസീവായിട്ട് എല്ലാവർക്കും സ്വീകാര്യമായത് എന്നാൽ മറ്റുള്ളവരെ ഹാംഫുൾ ആക്കാത്തത് എന്ന് പറയുന്നൊരു വിഷൻ വെച്ചിട്ടായിരിക്കും നമ്മളൊക്കെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പൊ ലെന ഉദ്ദേശിക്കുന്നത് എല്ലാവരും അതല്ല കേട്ടോ ചെയ്യുന്നത്, അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. നിങ്ങൾ ഈ നമ്മൾ എന്ന് പറയുമ്പോൾ യു ആർ ആക്ച്വലി എക്സ്പ്രസിങ് യുവർ കാഴ്ചപ്പാട്, നിങ്ങളുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണത്. എല്ലാവരും അതല്ല ചെയ്യുന്നത്. അല്ല, അങ്ങനെയാണ് നമ്മൾ ഇപ്പോ ഒരു അല്ല, ഈ തിരിച്ചറിവ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ഇപ്പൊ പറഞ്ഞ ആ ഡെമോക്രാറ്റിക് വ്യൂ ഓഫ് ലൈഫ്, നമ്മൾ നന്നായിട്ട് ജീവിക്കണം എന്ന, മറ്റുള്ളവർക്ക് ദ്രോഹം ഇല്ലാത്ത രീതിയിൽ, അതെല്ലാവരുടെ കാഴ്ചപ്പാട് അതല്ല. ഈ തിരിച്ചറിവ് തന്നെയാണ് ഫസ്റ്റ്. ഇത് എന്റെ കാഴ്ചപ്പാടാണ്. അപ്പൊ അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് മാത്രമാണ്. പക്ഷെ നിങ്ങളുടെ ഈ കാഴ്ചപ്പാടിനെ വന്നിട്ട് അതിനെ കല്ലെറിയാനോ അതിനെ തീ വെക്കാനോ ഒക്കെ ബാക്കിയുള്ളവർക്ക് അവകാശമുണ്ട്.